പാമ്പാട്ടി പാമ്പുകളെ കളിപ്പിക്കുന്നതും അത് കാണുന്നതും അനുവദനീയമാണോ? ഉത്തരം: അപകടം വരാത്ത വിധം സുരക്ഷിതത്വമാണെങ്കിൽ പാമ്പുകളി അനുവദനീയമാണ്. അത് കണ്ട് ആസ്വദിക്കലും ഹലാലാണ്. ചെസ്സുകളിയുടെ വിധി. ഉത്തരം: ചെസ്സുകളി കറാഹത്താണ്. തൻ്റെ മുഖ്യ കാര്യങ്ങൾ പോലും അവഗണിച്ച് ചെസ്സുകളിയിൽ മുഴുകുന്ന സ്വഭാവം ശരിയല്ലെന്നും അത് സാക്ഷി നിൽക്കാനുള്ള അർഹതയെ വരെ ഇല്ലാതാക്കുമെന്നും ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയകാലത്ത് സാധാരണയായി ബാങ്ക് വിളിക്കു മുമ്പായി പള്ളികളിൽ വെച്ച് നഗാര അടിക്കുന്ന പതിവുണ്ടല്ലോ. ഈ നഗാര അടിയുടെ വിധി. ഉത്തരം: അനുവദനീയമാണ്. അത് ഒരു തരം ചെണ്ടയാണ്. നടുഇടുങ്ങിയ ഒരു തരം നീണ്ട ദുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും മുട്ടൽ അനുവദനീയമാണ്. ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കാമോ? അതെ, പിടിക്കാം. അത് അനുവദനീയമാണ്. ചീട്ടുകളി, കാരം ബോർഡ് കളി എന്നിവയുടെ വിധി. ഉത്തരം: രണ്ടും നിഷിദ്ധമാണ്. പണം വെച്ചും വെക്കാതെയും നിഷിദ്ധം തന്നെ. ആലോചനക്കും ബുദ്ധിസാമർഥ്യത്തിനും ഒരു സ്ഥാനവുമില്ലാത്ത കളികൾ നിഷിദ്ധമാണെന്ന് ഫുഖഹാ പഠിപ്പിച്ചിട്ടുണ്ട്. ഷീട്ടുകളി, കാരം ബോർഡ് കളി എന്നിവ അതിലാണ് പെടുക. കോൽക്കളിയുടെ വിധി. ഉത്തരം: കോൽക്കളി നിഷിദ്ധമാണ്. ദഫ് മുട്ടുന്നതിൻ്റെ വിധി. ഉത്തരം: അടിസ്ഥാന വിധി അനുവദനീയമാണ്. വിവാഹം, ചേലാകർമ്മം തുടങ്ങിയ സന്തോഷവേളകളിൽ സുന്നത്ത് കൂടിയാണ്. ദഫുകളിൽ ചിലമ്പുണ്ടെങ്കിലും അനുവദനീയമാണ്. ദഫ് മുട്ടലാണല്ലോ അനുവദനീയം. അതിൻ്റെ കൂടെ ഡാൻസ് ഉണ്ടെങ്കിലോ? ഉത്തരം: ദഫ് മുട്ടുന്നതോടൊപ്പം ഡാൻസ്, കൊഞ്ചിക്കുഴഞ്ഞ ചാട്ടക്കളി എന്നിവ ഉണ്ടാവുമ്പോൾ നിഷിദ്ധമാവും. ഹറാം ചേർന്നതുകൊണ്ട് ഹറാമാകും. സ്കൗട്ട് അനുവദനീയമാണോ? ഉത്തരം: കൊഞ്ചിക്കുഴഞ്ഞ നൃത്തമില്ലാതെ കേവലം സ്കൗട്ട് അനുവദനീയമാണ്. ഒപ്പനയുടെ വിധി. ഉത്തരം: കൊഞ്ചിക്കുഴഞ്ഞ നൃത്തത്തോടെയാണ് ഇന്ന് ഒപ്പന. അത് നിഷിദ്ധമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ഹറാമാണ്. അന്യരുടെ മുമ്പിൽ വെച്ചുള്ള ഒപ്പനയും പാട്ടും മറ്റു കളിയും ദർശനവും ഹറാമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്ത്രീ പുരുഷന്മാർ കൈകൊട്ടുന്നതിൻ്റെ വിധി. ഉത്തരം: ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും അനുവദനീയമാണ്. വിനോദത്തിന് വേണ്ടി സ്ത്രീക്ക് അനുവദനീയമാണ്. എന്നാൽ പുരുഷന് കറാഹത്താണ്. ഉപകരണ സംഗീതത്തിൻ്റെ വിധി. ഉത്തരം: ഉപകരണ സംഗീതം പാടില്ല, നിഷിദ്ധമാണ്. അതൽപ്പം വിവരിക്കാം. മദ്യപാനികളുടെ ചിഹ്നമായി അറിയപ്പെടുന്ന തമ്പുരു, സാരംഗി, മുക്കമ്പി, കൈത്താളം, വല്ലകി, നാലുകമ്പി, കൈമണി, ഇലത്താളം, വീണക്കുഴൽ എന്നിവ നിർമ്മിക്കുന്നതും അവ വാദനം നടത്തുന്നതും അവയുടെ വാദനം കേട്ടാസ്വദിക്കലും ഹറാമാണ്. സംഗീതോപകരണങ്ങളായ മറ്റെല്ലാ വീണകളും ഊത്തുകുഴലുകളും ഹറാം തന്നെ.